ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയത് കശ്മീരിന്റെ സമ്പന്നതയെ തകർത്തു എന്ന രീതിയിൽ ചിലർ പ്രചരണം നടത്തുന്നുവെന്ന് സൽമാൻ ഖുർഷിദ്. ചില കപട ചിന്തകർ കശ്മീരിനെ മറ്റൊരു രാജ്യമാക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്ന വിമർശനം. ഇന്തോനേഷ്യയിൽ ഭാരത പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി എത്തിയതായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുള്ള വിദേശ സന്ദർശനത്തെ ചിലർ രാഷ്ട്രീയ ധാരണയെന്ന ദുർവ്യാഖ്യാനം ചെയ്യുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ശക്തമായ വിമർശനമാണ് സൽമാൻ ഖുർഷിദ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ശക്തമായൊരു വിമർശനം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു സൂചനയും പ്രതിഷേധവും തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ആർട്ടിക്കിൾ 370 സംബന്ധിച്ചെല്ലാം തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും അദ്ദേഹത്തിന്റെ ആ എക്സിലെ കുറിപ്പിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, സൽമാൻ ഖുർഷിദ് തന്നെ നേരിട്ട് കൃത്യമായി പറയുന്നത്, ഈ പ്രതിനിധി സംഘത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയും രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളുടെയും ഭാഗമായാണ് എന്ന ഒരു ആക്ഷേപം പലരും ഉന്നയിക്കുന്നു. അത് തീർത്തും അനവസരത്തിലാണ്, അനാവശ്യമാണ് എന്ന രീതിയിലെല്ലാം തന്നെ വളരെ കൃത്യമായി അതിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, പല ഇത്തരത്തിലുള്ള വിമർശകരെയും, അതായത് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കാശ്മീരിന്റെ സമ്പന്നതയെയും അതിന്റെ ശാന്തിയെയും ഇല്ലാതാക്കി എന്ന രീതിയിലും, അതുപോലെ തന്നെ കാശ്മീർ മറ്റൊരു രാജ്യമായി നിലനിൽക്കുന്നു എന്ന രീതിയിലൊക്കെ ചില ബുദ്ധിജീവികൾ എന്ന് ചമയുന്നവർ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു എന്ന കടുത്ത ഒരു വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായും ശക്തമായൊരു വിമർശനം എല്ലാ വിഷയങ്ങളിലും, അതായത് ആർട്ടിക്കിൾ 370 സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ തങ്ങളുടെ പ്രതിനിധി തല സംഘത്തെ സംബന്ധിച്ചിട്ടുള്ള അതിന്റെ ഭാഗഭാക്കായതിനെ സംബന്ധിച്ചും എല്ലാം തന്നെ കൃത്യമായ വിമർശനങ്ങൾക്ക്, കൃത്യമായ ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടിയും ശക്തമായ ഒരു വിമർശനവും തന്നെയാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിഷ്ണു, പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്തായാലും ശക്തമായൊരു പ്രതിഷേധം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.